ഹായ് ഡിയേഴ്സ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഇന്നും ഇഡലി തന്നെയായിരുന്നു കേട്ടോ. ഇഡലി കണ്ടും കേട്ടപ്പോൾ നിങ്ങൾ മടുത്തിട്ടുണ്ടാവുമല്ലേ. ഞാൻ പറഞ്ഞല്ലോ, ശനിയാഴ്ച നമ്മൾ അരി അരച്ചപ്പം 2 ദിവസത്തേക്കുള്ള ഒന്നിച്ചങ്ങ് അരച്ച് വെച്ചാണ് കേട്ടോ. അപ്പോൾ രാവിലെ ചേട്ടായി ഡയറി പോയി പാലൊക്കെ വാങ്ങി വന്നു. ഞാൻ മാവ് ഉപ്പുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഉപ്പൊക്കെ ഇട്ട് ഇളക്കി നമ്മളെ ഇഡലി പുഴുങ്ങാണ് കേട്ടോ. അപ്പോൾ കൊച്ചിന് ചുമന്ന ചമ്മന്തി മതി എന്ന് പറഞ്ഞു. അപ്പം ഇഡലിക്ക് ചുമന്ന ചമ്മന്തിയാണേ. പിന്നെ ചായ ഉണ്ടാക്കി ചേട്ടായി കൂട്ടിക്കൊണ്ടുള്ള കറിയൊക്കെ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഇതേ മമ്മി അഭിമോളെ വെക്കേഷനോ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് വന്നു. അപ്പോൾ അപ്പൂസിനും കൂടെ പോകണമെന്ന് വാശി പിടിച്ചപ്പോൾ അപ്പൂസിനെയും കൂടെ വിട്ടു കേട്ടോ. ഉള്ളപ്പോഴേ ഇഷ്ടംപോലെ ജോലികളുണ്ട്, അതൊന്നും ചെയ്ത് തീർക്കാൻ സമയം കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ കുറേ പരാതികളും പരിഭവങ്ങളൊക്കെ. പക്ഷേ പിള്ളേർ ഇവിടെ ഇല്ലാത്തപ്പോഴോ ആദ്യം മൊട്ടം രണ്ടുപേരും മാറി നിൽക്കണം കേട്ടോ. പക്ഷേ ഒരു ജോലി ചെയ്യാൻ തോന്നണില്ല കേട്ടോ. ചെയ്യാനുണ്ട്, പക്ഷേ അവിടെ ഇവിടെയൊക്കെ തൊട്ടും പിടിച്ചൊക്കെ ഇരിപ്പാം. എന്തോ ഒരു വിഷമമാണ് പിള്ളേർ വീട്ടിലില്ലെങ്കിൽ. അവരുടെ പുറകെ കുറേ രാവിലെ തൊട്ട് അലച്ചും പറഞ്ഞൊക്കെ നടക്കേണ്ടി വരും. പക്ഷെ എന്നാലും നമുക്ക് സമയം പോകണമെന്നും അറിയില്ല. നമുക്കൊരു സന്തോഷമാണ് അവരുടെ അടുത്തേക്ക് ഇങ്ങനെ അലച്ചും പറഞ്ഞ് നടക്കുവാണെങ്കിൽ പോലും ഒരു സന്തോഷമാണ് അവരടുത്തുള്ളപ്പോഴേ. പക്ഷേ ഇവിടെ ആരും ഇല്ലെങ്കിൽ ശരിക്കും ഞാൻ ചേട്ടൻ ഡ്യൂട്ടിയിലുമാണ്. അപ്പോൾ ഞാൻ ശരിക്കും ഊമേനെ പോലെ ആയപ്പോലെ തോന്നുന്നുണ്ട് കേട്ടോ. മിണ്ടാനും പറയാനും ഇല്ല. ജോലികളാണെങ്കിലും ചെയ്യാനൊരു എനർജി തോന്നണില്ല, ഒന്നും ചെയ്യാനൊരു ഇൻട്രസ്റ്റ് തോന്നണില്ല. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണോ? എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇന്നത്തെ ചേട്ടൻ്റെ വീട്ടിൽ കഴിഞ്ഞിട്ട് വന്നു, ചായ കുടിച്ചു, രാവിലത്തെ ഇഡ്ഡലിയും ചമ്മന്തി ഇട്ടത് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചേട്ടയെ കവലയ്ക്ക് പോയി. അപ്പോൾ ഞാൻ ഇവിടെ പൂച്ചക്കുട്ടികൾ ഒന്നുകൊണ്ട് കളിക്കുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ കളിയെ കണ്ടിങ്ങനെ ആസ്വദിച്ചു കഴിഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ. അവർ ഇടയ്ക്ക് ഭയങ്കര സ്നേഹവും ഇടയ്ക്ക് ഇതുപോലെ ഭയങ്കര ഗുസ്തിയും അടിപിടിയും കടിപിടിയൊക്കെ കാണാം കേട്ടോ. അപ്പം എനിക്കൊരു എൻ്റർടൈൻമെൻറ്റ് പോലെ ഞാൻ ഇങ്ങനെ അത് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. എൻ്റെ ചെടികളൊക്കെ ആണെങ്കിൽ ഒരു പരിവാക്കി വെച്ചേക്കോട്ടോ. എത്ര ഭംഗിയായിട്ട് നിന്ന് എൻ്റെ ഇസഡ് പ്ലാന്റൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒരു പരിവാക്കി. അങ്ങനെ ഭയങ്കര പരിപാടിയാണ് അവിടെ നടത്തുന്നത് കേട്ടോ. നല്ല രസമാണ് അത് കണ്ടിരിക്കാനേ. ഒരുപക്ഷെ പൂച്ചയൊന്നും ഇഷ്ടമില്ലാത്തവർ പോലും ഇവരുടെ കളി കണ്ട് അങ്ങനെ നോക്കിയിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടൊക്കെ ചേട്ടായി കവലയ്ക്ക് ഓടി തിരിച്ചു വന്നപ്പം ബൈക്കിന് സൗണ്ട് കേട്ടിട്ട് അതിനകത്ത് ഒരാൾ ഓടിപ്പോയി ഒളിച്ച് നോക്കിയിരിക്കുന്നതാണ് കേട്ടോ. അപ്പോഴേക്കും അവർ അമ്മ വന്നപ്പോഴേക്കും അവരെ ഒരു സന്തോഷത്തോടെ ഓടി ചെല്ലുന്ന കാണണം. അങ്ങനെ അമ്മ വന്നപ്പോഴേക്കും എല്ലാവരും അമ്മയെടുത്ത് പോയി കേട്ടോ. അങ്ങനെ കുറേ തുണി മടക്കാനുള്ളതൊക്കെ മടക്കി വെച്ച് ചായ കൂടി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പൂച്ചകളുടെ കളിയൊക്കെ കണ്ടിരിക്കുവാണേ. പിള്ളേരോടില്ലാത്തതാണ് എന്തോ പോലെ കേട്ടോ. പ്രത്യേകിച്ച് കൊച്ചു വീട്ടിലൊക്കെ എന്താ മതി. അവൾ പിന്നെ നേരത്തെ കുഞ്ഞിലൊക്കെ മാറി നിന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇത്ര അറിവും കൂടെ ആയല്ലോ. അവൾ ഒരു ദിവസമാണെങ്കിലും ഒരാഴ്ചക്കാണെങ്കിൽ മാറി നിന്നിട്ടൊക്കെ ഉണ്ട്. പിന്നെ സ്കൂളിലും പോകുന്നിട്ട് നമുക്ക് അത്ര വിഷമം ഉണ്ടാവില്ല. വിഷമമാണ്, എന്നാലും അത്ര വിഷമം ഉണ്ടാവില്ല. പക്ഷേ കുഞ്ഞെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ പറയില്ലേ, അമ്മ നമ്മൾ എപ്പോഴും നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ പറഞ്ഞ് നടക്കണതല്ലേ. അപ്പോൾ അവനോടില്ലാത്ത കാരണം ഭയങ്കര അല്ലാതെ എന്തോ ഒരു വിഷമം കേട്ടോ. മിണ്ടാണ്ട് ഇങ്ങനെ എന്തൊരു മൂകത പോലെ എനിക്ക് തോന്നുന്നു എനിക്ക്. പിന്നെ പൂച്ചക്കുഞ്ഞുങ്ങളെ കൊള്ളാനും അതിനെ കണ്ടൊക്കെ ആസ്വദിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം അഭിപ്രായങ്ങൾ പറയാനൊക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. നമുക്ക് എന്തെങ്കിലും തിരുത്താനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞെങ്കിലേ അറിയാൻ പറ്റുള്ളൂ. അപ്പം എന്തെങ്കിലും കൊണ്ട് പറയണം കേട്ടോ. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ മറ്റും നാളെ കാണാം കേട്ടോ. അതുവരേക്കും ബൈ ബൈ.